നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. റോഡരികിലെ കാനയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വിയാർപുരം റബ്ബർ എസ്റ്റേറ്റിന് സമീപം ചിറമൽ വീട്ടിൽ 57 വയസ്സുള്ള ജെയിംസിനെയാണ് മരിച്ച നിലയിൽ കണ്ടത്. ശനിയാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടത്. ഓടുന്ന ട്രെയിനിൽ നിന്നും വീണ് യുവാവിന് പരിക്കേറ്റു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് ഓടുന്ന ട്രെയിനിൽ നിന്നും വീണ് നെടുമ്പാശ്ശേരി പുലിക്കുന്നത്ത് വീട്ടിൽ സിദ്ദിഖിന്റെ മകൻ 28 വയസ്സുള്ള അനസിനാണ് പരിക്കേറ്റത്. പൊതു ശ്മശാനത്തിൽ നിന്ന് ചിതാഭസ്മം മോഷ്ടിച്ച് കടത്തിയവർ പിടിയിൽ. ചാക്കുകളിലാക്കി ഭാരതപ്പുഴയിലെത്തിച്ച് സ്വർണം അരിച്ചെടുക്കാൻ കൊണ്ടുപോകുന്നതിനിടെയാണ് മോഷ്ടാക്കൾ പിടിയിലായത്. മുൻപും ശ്മശാനത്തിൽ നിന്ന് പലരുടെയും ചിതാഭസ്മം കാണാതായിട്ടുണ്ട്. കോമരക്കൂട്ടങ്ങളുടെ വരവ് കാത്ത് വടക്കേടത്ത് മഠം. കോഴിക്കല്ലുമുഴൽ ചടങ്ങുകൾ കഴിഞ്ഞതോടെ വടക്കേടത്ത് മഠം തറവാടിന്റെ അകത്തളങ്ങളിൽ കോമരക്കൂട്ടങ്ങളുടെ ചിലമ്പൊലി ശബ്ദം ഉയർന്നു തുടങ്ങി. മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് അന്നദാന യജ്ഞസമിതിയും ക്ഷേത്ര ഉപദേശക സമിതിയും സംയുക്തമായി നടത്തുന്ന അന്നദാനത്തിന്റെ കലവറ നിറയ്ക്കൽ നടന്നു. തെക്കേ മൈതാനിയിലെ അന്നദാന പന്തലിൽ നടന്ന കലവറ നിറയ്ക്കലിൽ 100 കണക്കിന് ദേവീഭക്തർ പങ്കെടുത്തു. CPMന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച് ആദായ നികുതി വകുപ്പ്. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത്. അക്കൗണ്ടിൽ ഇപ്പോഴുള്ളത് 5,10,00,000 രൂപയാണ്. ഇതിൽ 1 കോടി രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റാണ്. ബാങ്ക് അക്കൗണ്ടുകളിലെ പരിശോധനയിൽ പാർട്ടിക്കൊന്നും ഭയക്കാനില്ലെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. എല്ലാ ഇടപാടുകളും നിയമാനുസൃതമാണ്. 1 കോടി രൂപ പിൻവലിച്ചത് ആവശ്യത്തിന് വേണ്ടിയാണെന്നും രാഷ്ട്രീയമായി LDFനെ തകർക്കുകയാണ് ലക്ഷ്യമെന്നും MM വർഗീസ്. തുമ്പൂർ മൊഴിയിൽ മെമ്മറി ലൈനിന്റെ വാർഷിക കലാ ക്യാമ്പിന് തുടക്കമായി. തൃശൂർ ഗവൺമെന്റ് ഫൈൻ ആർട്സ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മെമ്മറി ലൈനിലെ അംഗങ്ങളായ 40ഓളം കലാകാരന്മാർ ക്യാമ്പിൽ പങ്കെടുത്തു. കുഴൂർ ശ്രീകോവിൽ കുളങ്ങര ഗോശാല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടരുകയാണ്. 5ാം ദിവസം രുക്മിണി സ്വയംവര ചടങ്ങ്, ദീപാരാധന എന്നിവ നടന്നു. മോളൂരി രഞ്ജിത്ത് നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. സപ്താഹയജ്ഞം ഞായറാഴ്ച സമാപിക്കും. ചാലക്കുടി മെർച്ചന്റ്സ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം KS ഹുസൈൻ വാഘവി ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിൻഡോ തോമസ് അധ്യക്ഷത വഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.